ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ കോമൺ ആയിട്ട് വന്നൊരു റിക്വസ്റ്റാണ്, ചേച്ചി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിക്കുന്ന ക്ലീക്ക് പോർഷൻസ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാവോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നായിക്കോട്ടെ. റൂൾസ് വെച്ച് ഒരു ലോ സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ നമ്മുടെ പുണ്യ പുസ്തകമാണ് അല്ലെങ്കിൽ പുണ്യ ഗ്രന്ഥമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾ ബേസിൽ നിന്ന് ഈ ഒരു എൻട്രൻസിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ നല്ലപോലെ പഠിച്ചു പോയാൽ യു വിൽ സ്കോർ ഗുഡ് മാർക്ക്. നമുക്ക് നോക്കിയാലോ. അപ്പം ഏതൊക്കെ പോർഷൻസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ന് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്തതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ പോർഷൻസ് മാത്രം, ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, അപ്പം നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ആക്റ്റോ ഒരു കോൺസ്റ്റിറ്റ്യൂഷനോ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഒരു സാധനം നിങ്ങൾ പഠിക്കാൻ പോകണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് അതിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര പാർട്സ് ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ബെയർ ആക്ട് വെച്ചിട്ടാണ്. അപ്പം നോ ചേഞ്ച്. ഞാനീ പറയാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് മാത്രം നിങ്ങൾ കവർ ചെയ്ത് പോയാൽ മതി. അതിൽ നിന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. സോ ഞാൻ നിങ്ങൾക്ക് ബെയർ ആക്ട് വെച്ചിട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പം ശരിക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 22 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആദ്യം നിങ്ങൾ അതാണ് മനസ്സിലാക്കാനുള്ളത്. ഇഫ് ഒരു ക്വസ്റ്റ്യൻ, ഹൗ മെനി പാർട്സ് ആർ ദെയർ ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ? 22. ഓക്കെ, അതാണ് ബേസ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാനുള്ളത് ഓരോ പാർട്ട്. ഓക്കെ, സോ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ ഓരോ പാർട്ടിലും ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് വരുന്നതെന്നും അതിലൊക്കെ എന്താണ് ഉള്ളതെന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതിനും ഡീപ്പായിട്ട് നമ്മുടെ എക്സാമിന് പോകത്തില്ല. ഓക്കെ, ഡീപ്പായിട്ട് പോകുന്നെങ്കിൽ തന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് ഡീപ്പായിട്ട് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഏതൊക്കെ പാർട്ടുകളാണ് മീൻസ് ഏതൊക്കെ പാർട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. 22 പാർട്ട് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ആ പാർട്ട് അതിലേതൊക്കെ ആർട്ടിക്കിൾസ് ആണ് വരുന്നത്, ആ ആർട്ടിക്കിൾസിൽ എന്താണ് പറയുന്നത് എന്ന് മാത്രം നിങ്ങൾ ഫസ്റ്റ് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യത്തെ 6 പാർട്ടുകളാണ്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 ആൻഡ് പാർട്ട് 6. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 6 പാർട്ടും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. സോ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് യൂണിയൻ ആൻഡ് ടെറിട്ടറിനെ പറ്റി പറയുന്ന പാർട്ടാണ്. സോ പാർട്ട് 1 ഇറ്റ്സ് ഫ്രം ആർട്ടിക്കിൾ 1 to 4. ഓക്കെ, 1 to 4 വരെയുള്ള ആർട്ടിക്കിളിൽ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾ ആദ്യം അറിയാനുള്ളത്. അപ്പം നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് പാർട്ടുകൾ ഏതൊക്കെയാണ്, അതിൽ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് വരുന്നത്, ആ ഇത്രയും ആർട്ടിക്കിൾസ് അതായത് ഡിവൈഡ് ചെയ്യുക. 1 to 4 വരെ പാർട്ട് 1, അതിൽ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. പറ്റുമെങ്കിൽ ഒരു ബെയർ ആക്ട് വാങ്ങിക്കാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ നെറ്റിൽ ബെയർ ആക്ട് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പാർട്ട് 1 എത്ര ആർട്ടിക്കിൾസ് ആണ് ഉള്ളത്, ആ ആർട്ടിക്കിൾസിൽ എന്താണ് ഡീൽ ചെയ്യുന്നത് എന്നൊക്കെ ബെയർ ആക്ടിൽ പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ബെയർ ആക്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ പുഷ്പം പോലെ പഠിക്കാൻ പറ്റും. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. സോ അങ്ങനെ പഠിക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് പാർട്ട് അത്രേ ഉള്ളൂ. പാർട്ട് 1 to 4 വരെയുള്ള പാർട്ടിലാണ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി പറയുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്, ഫ്രം ആർട്ടിക്കിൾ 5 to 11. ഓക്കെ, സോ 1 to 4, 5 to 11. രണ്ടാമത്തേൽ സിറ്റിസൺഷിപ്പാണ്. ഓക്കെ, അടുത്ത നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണ് പാർട്ട് 3. പാർട്ട് 3 നമുക്ക് എല്ലാവർക്കും അറിയാം. പാർട്ട് 3 ഡീൽസ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഓക്കെ, അപ്പം അത് ഏതൊക്കെ ആർട്ടിക്കിൾസ്, ആർട്ടിക്കിൾ 12 to 11 വരെയല്ലേ നമ്മൾ നിർത്തിയത്. അടുത്തത് 12 to 35 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് എന്ത് ഡീൽ ചെയ്യുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡീൽ ചെയ്യുന്നത്. പാർട്ട് 3 പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഈ ഒരു ആർട്ടിക്കിളിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരിക്കും പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു 6 എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ചായിരിക്കും പറയുന്നത് എന്നൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ കുറച്ചുകൂടി ക്ലിക്ക് ആവും.
ശരി, അങ്ങനെ പഠിക്കാം. നെക്സ്റ്റ് പാർട്ട് 4 വന്നിട്ട് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ കുറിച്ചാണ് പറയുന്നത്. അത് ആർട്ടിക്കിൾ 36 to 51 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് DPSP ഡീൽ ചെയ്തത് കേട്ടോ. സോ അതാണ് പാർട്ട് 4 എന്ന് പറയുന്നത്. പാർട്ട് 4A എന്താണ്? 51A. ഓക്കെ, സോ അത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. സോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഏത് പാർട്ടിലാണ് ഡീൽ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതാണ് പാർട്ട് 4A എന്ന് പറയും. ഓക്കെ, അപ്പോൾ എത്രയായി? 4 പാർട്ടായി. പിന്നെ വരുന്ന പാർട്ട് 5 ആണ്. പാർട്ട് 5 ഡീൽ ചെയ്യുന്നത് 5 അല്ലേ, V അല്ലേ? അപ്പോൾ യൂണിയൻ ഓർക്കുക, യൂണിയൻ്റെ കാര്യങ്ങളാണ്. യൂണിയനെ 5 ചാപ്റ്റർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ എക്സിക്യൂട്ടീവിനെ കുറിച്ച് പറയുന്നുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മുടെ പാർലമെൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. തേർഡ് ചാപ്റ്ററിൽ വന്നിട്ട് ഒരു മിനിറ്റ്, ലെജിസ്ലേറ്റീവ് പവർ ഓഫ് പ്രസിഡന്റ് പറയുന്നുണ്ട്. ചാപ്റ്റർ 4 യൂണിയൻ ജുഡീഷ്യറിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് 5 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ അത് ഏതുവരെയുള്ള ആർട്ടിക്കിൾസ് ആണെന്ന് നിങ്ങൾ പഠിക്കുക. ഓക്കെ, പിന്നെ ചാപ്റ്റർ 6 ഫൈനലി ഞാൻ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസാനത്തെ പാർട്ടാണ് പാർട്ട് 6, ദാറ്റ് ഈസ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ യൂണിയൻ കവർ ചെയ്തതിന് ശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്റ്റേറ്റ്സിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്നല്ല കേട്ടോ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കവർ ചെയ്ത് പോവുക. ഓക്കെ, ഈ പാർട്ടുകളാണ് നിങ്ങൾ മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ടത്. സോ അതിൽ കവർ ചെയ്യാനുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം നിങ്ങൾ കവർ ചെയ്ത് പോവുക. ഓക്കെ, യൂണിയനിൽ 5 ചാപ്റ്റർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ ഇവിടെ സ്റ്റേറ്റിൽ വന്നിട്ട് 6 ചാപ്റ്റർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ചാപ്റ്ററിൽ ഡെഫിനിഷൻ, സെക്കൻഡ് ചാപ്റ്ററിൽ എക്സിക്യൂട്ടീവ്, തേർഡ് ചാപ്റ്ററിൽ ലെജിസ്ലേറ്റീവ് നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ കുറിച്ച് പറയുന്നു. ഫോർത്ത് ചാപ്റ്ററിൽ ലെജിസ്ലേറ്റീവ് പവർ ഓഫ് ഗവർണർ പറയുന്നു. അവിടെ പ്രസിഡന്റ് ആണെങ്കിൽ ഇവിടെ ഗവർണറാണ്. അതുപോലെ അടുത്ത ചാപ്റ്ററിൽ വന്നിട്ട് ഹൈക്കോർട്ട് ഓഫ് ദ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഫൈനലി വന്നിട്ട് സബോർഡിനേറ്റ് കോർട്സിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ 6 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് സ്റ്റേറ്റിൻ്റെ പോർഷൻ, അതായത് പാർട്ട് 6 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ എന്തൊക്കെയാണ് കവർ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. അപ്പം ഇത്രയും പാർട്സ് ആണ് നിങ്ങൾ മെയിനായിട്ട് കവർ ചെയ്യേണ്ടത്. ഇത് കൂടാതെ എക്സ്ട്രാ വന്നിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. അത് നിങ്ങൾ കവർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഏത് ആർട്ടിക്കിളാണ് അമെൻമെൻറ്റുമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ എമർജൻസി പ്രൊവിഷൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എമർജൻസി പ്രൊവിഷൻസ് വരുന്ന പാർട്ട് നോക്കുക. അതുപോലെ ഇലക്ഷനെ കുറിച്ച് പറയുന്ന പാർട്ട് നോക്കുക. പിന്നെന്താ, PSC പബ്ലിക് സർവീസ് കമ്മീഷൻ അതിനെപ്പറ്റി പറയുന്ന ഏത് ആർട്ടിക്കിളാണെന്ന് എനിക്ക് തോന്നുന്നു 315 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നോക്കുക. അപ്പം ഇത്രയും നിങ്ങൾ നോക്കിയാൽ മതി. ഇത്രയും നിങ്ങൾ കവർ ചെയ്ത് പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിന് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് പുഷ്പം പോലെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കവർ ചെയ്യാൻ പറ്റും. ഒരു 3 ദിവസം മാത്രം കോൺസ്റ്റിറ്റ്യൂഷന് ഇങ്ങനെ പഠിക്കാനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ദിവസം കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് മാത്രം നിങ്ങൾ നോക്കുക, വേറെ കൂടുതൽ ഡീപ്പായിട്ട് പോകണ്ട. പിന്നെ ലാൻഡ്മാർക്ക് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ലാൻഡ്മാർക്ക് കേസുകളൊക്കെ, ഫേമസ് ആയിട്ടുള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കവർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പം ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ, ഞാൻ വീഡിയോ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും പോയിരുന്ന് പഠിക്കുക. ഓക്കെ, ബൈ.